ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആദിത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ലോക ജനസംഖ്യാ ദിനമായ ജൂലൈ 11 ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനസംഖ്യാ നിയന്ത്രണം ഗുണമോ ദോഷമോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പഠിച്ച് കുറെ സർട്ടിഫിക്കറ്റോ കുറെ A+ വാങ്ങുന്നതിനപ്പുറം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഐഡിയാസ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ്, അല്ലെ? ചിന്താശേഷി കൂട്ടാനുള്ള വേദികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അതിന് ആദ്യമായി ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് തയ്യാറായി വന്ന കുട്ടികൾ, മോഡറേറ്റർ ഉണ്ണികൃഷ്ണ മാഷ്, എല്ലാവർക്കും അഭിനന്ദനം തന്നെ. അപ്പൊ നമുക്ക് ജനസംഖ്യ ഇന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്, അല്ലെ? ജൂലൈ 11 ലോക ജനസംഖ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞതിനെ തുടർന്നാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യ വിഭവം തന്നെയാണ്. എന്നാൽ അതേസമയം അത് ഇപ്പൊ സാറ് പറഞ്ഞത് ഒരു പോയിന്റാണ്. കാരണം ജനസംഖ്യ കൂടിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞത് കൂടാനോ. അപ്പൊ നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണമെങ്കിൽ കുട്ടികളിലെ മാനസികാരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്കോളജിസ്റ്റ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികളിൽ നിന്നും സ്വീകരിക്കുന്ന ചെറിയ തുകകൾ പിന്നീട് അവർക്ക് ഉപകാരമാകുന്ന സഞ്ചയിക എന്ന പദ്ധതി GHS ചെറുവാടി സ്കൂളിൽ ആരംഭിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.